നമസ്കാരം. ഇന്ത്യയോടും ഇന്ത്യ നയിക്കുന്ന മോദിയോടും എത്രയൊക്കെ ചൊറിഞ്ഞിട്ടും മതി വരാത്ത സ്ഥിതിയാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക്. എന്തായാലും ഇപ്പോ മോദിക്കെതിരെ, അതായത് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ഖലിസ്ഥാൻ തീവ്രവാദിയായ ഗുർബന്ദർ സിംഗ് പന്നു. ഒരു കാര്യം പറയാം, ഇന്ത്യയോടും പ്രധാനമന്ത്രിയോടും മുട്ടാൻ വരുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലേ പാഠം പഠിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് തടയാൻ ഖലിസ്ഥാൻ ഭീകരൻ വാഗ്ദാനം ചെയ്തത് ഒന്നും രണ്ടുമല്ല, 11 കോടി രൂപയാണ്. US ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ ഭീകരൻ ഗുർബന്ദർ സിംഗ് പന്നുവാണ് ഇത് തടയുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത്. ഇയാൾക്കും സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയ്ക്കുമെതിരെ NIA കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പരമാധികാരത്തെ പന്നു രഹസ്യമായി വെല്ലുവിളിക്കുന്നു എന്നും വീഡിയോ NIAക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഫയൽ ചെയ്തത്. ഓഗസ്റ്റ് 10 പാകിസ്ഥാനിലെ ലാഹോർ പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദി പ്രസ് പരിപാടിയിലാണ് പ്രഖ്യാപനം നടത്തിയത്. US-ൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇയാൾ പരിപാടിയിൽ പങ്കെടുത്തത്. വീഡിയോയിലൂടെ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. പഞ്ചാബ്, ഡൽഹി, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവ ഉൾപ്പെടുന്ന ഖലിസ്ഥാന്റെ ഭൂപടവും പുറത്തിറക്കി. ഇന്ത്യയുടെ സുരക്ഷയെ വെല്ലുവിളിക്കുകയായിരുന്നു പന്നു. സിഖുകാർക്കിടയിലെ ഇന്ത്യക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും FIR വ്യക്തമാക്കുന്നു. കൂടാതെ SFJ രക്തസാക്ഷി സംഘത്തെ രൂപീകരിച്ചതായും അവകാശപ്പെടുന്നു. വളരെ ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കിയാണ് സർക്കാർ NIAക്ക് കേസ് കൈമാറിയതും. ഇതിനു മുമ്പും മോദി സർക്കാരിനെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും വിമർശിച്ച് പന്നു രംഗത്തെത്തിയിരുന്നു. കാനഡയിലെത്തിയിരുന്ന മോദിക്ക് നേരെ വധഭീഷണി മുഴക്കുകയും ഒളിഞ്ഞും മറഞ്ഞും അദ്ദേഹത്തെ ആക്രമിക്കാൻ സംഘത്തെ അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം പാളിപ്പോവുകയായിരുന്നു. ഏപ്രിൽ പ്രധാനമന്ത്രി അസം സന്ദർശിച്ചപ്പോഴും വധഭീഷണി മുഴക്കി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് 2020 ഇന്ത്യ ഇയാളെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തിയത്. രാജ്യദ്രോഹം ഉൾപ്പെടെ 22 ക്രിമിനൽ കേസുകളാണ് നിലവിലുള്ളത്. US-ലെ ഒരു വാഹന അപകടത്തിൽ ഇയാൾ മരിച്ചെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ആ മരണ വാർത്ത നിഷേധിച്ച് പന്നു രംഗത്തെത്തുകയായിരുന്നു. എന്തായാലും ഇന്ത്യയോടുള്ള പന്നുവിന്റെ നിലപാടിന് നല്ല മുട്ടം പണി തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച